ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ വേദുകുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. നാളെ 7 വയസ്സായി, 7th ബർത്ത്ഡേ ആണ്. എത്ര പെട്ടെന്നല്ലേ പിള്ളേരൊക്കെ വലുതാവണത്. 7ാമത്തെ ബർത്ത്ഡേ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുക എനിക്കെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അവൾ ജനിച്ചതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈവനിങ് 7 o'clock അവൾ ജനിച്ചത്. ഭയങ്കര കരച്ചിലോടെ ആയിരുന്നു പുറത്തേക്ക് വന്നത് തന്നെ. അവൾ പുറത്തേക്ക് വരുന്നത് ഭയങ്കര കരച്ചിൽ. അമ്മയൊക്കെ എന്നോട് പിന്നെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അവളുടെ ഒച്ച എനിക്ക് പുറത്ത് വരെ കേൾക്കായിരുന്നു. അപ്പോഴേ ഞങ്ങൾ മനസ്സിലായി. എന്താ വെച്ചാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. സൺഡേ ആയിരുന്നു, 7 o'clock ആയിരുന്നു ഈവനിങ്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ദിവസം. അപ്പം അമ്മ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചിൻ്റെ ഒച്ച നല്ല രീതിയിൽ പുറത്ത് കേൾക്കായിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി കുട്ടി വന്നു പുറത്ത് നിന്ന്. പറയേണ്ട ആവശ്യം വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിപ്പം രാത്രി ഇന്ന് ഇപ്പം 8:30 ആയി ഇവിടെ. ഞങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു 1 month ഫോളോ ചെയ്യണ ഒരു കുറച്ച് റൂട്ടീനാണ്. 7 o'clock ആകുമ്പം ഫുഡ് കഴിക്കും. 7 o'clock കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പം 8 o'clock ആകുമ്പം പിള്ളേർ കിടക്കാൻ പോവും. 8:30 9 o'clock മാക്സിമം 9 o'clock അല്ലെങ്കിൽ ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും ഞാനും കിടക്കും കേട്ടോ. എല്ലാവരും കിടക്കും. അപ്പം രാവിലെ എണീക്കുമ്പം ലെസ് ടയറിങ്, പിന്നെ കുറച്ചും കൂടെ എനർജി ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു റൂട്ടീൻ തുടങ്ങിയ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ട് നല്ല രീതിയിൽ എണീക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ഒരു ഫുൾ ഡേ തലവേദനയും ഉറക്കം ശരിയാവാനിട്ട് തലവേദനയും പിന്നെ കുറേ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ, ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം പിന്നെയും കുഴപ്പമില്ല. കുറച്ചൊന്ന് നമുക്ക് 7 മണിക്ക് ഫുഡ് കഴിച്ചാലും ഒരു 1.5 hour ഗ്യാപ്പുണ്ട് കിടക്കണതിന് മുന്നായിട്ട്. അപ്പം ഇന്ന് കുറച്ച് വൈകി. ആക്ച്വലി എൻ്റെ എല്ലാം പണികളും കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 8:30 ആയി, എല്ലാം കഴിഞ്ഞു. കിടക്കാൻ പോയാൽ മതിയായിരുന്നു സാധാരണ പോണ പോലെ. പക്ഷേ ഒരു ജ്യൂസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാനിത് ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഈ ജ്യൂസിനെ കുറിച്ച് ഇതൊരു കൊളാജൻ അല്ലെങ്കിൽ ഒരു ബയോട്ടിൻ ഉള്ളൊരു ഡ്രിങ്കാണ്. ഞാനും രഞ്ജിത്തും ഇത് കഴിക്കണമുണ്ട്. വളരെ നല്ലതാണ്. അപ്പം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതായിരിക്കും ബെറ്റർ ഒന്നും കൂടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളതും പിന്നെ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അധികം ഇൻക്ലൂഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രിങ്ക്. ഇതിനകത്ത് കൊറിയൻഡർ പിന്നെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പൊങ്ങി നിൽക്കുന്നത് കൊറിയൻഡറും പിന്നെ നമ്മുടെ എന്താ പറയുക കുക്കുംബറും ആണ്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്തൊക്കെയായാലും ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയിട്ട് ഞാനും രഞ്ജിത്തും രഞ്ജിത്തും കൂടെ കുടിക്കണോണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സ്ട്രിക്റ്റ്ലി ഈ ഡ്രിങ്ക് കുടിക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പിയാനെ. എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ മെനക്കെടാണ്. എൻ്റെ കയ്യിൽ ജ്യൂസറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയിൽ നോർമൽ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് മടി വരും. പക്ഷേ രഞ്ജിത്തും കൂടെ കുടിക്കണതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്യണതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 1 month കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ്. വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോഴും പറയില്ലേ, ടോപ്പിക്കൽ അപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ പോരാല്ലോ. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടെ ഗട്ട് ഹെൽത്തും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നന്നായാലും നമ്മുടെ സ്കിന്നും ഹെയറും ഹെൽത്തും ഓവറോൾ ഹെൽത്തൊക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ അതിലൊന്നും കുറച്ച് ഉള്ളിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുണ്ടാക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഇടാം കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗ് എൻ്റെ മോൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ ജ്യൂസൊക്കെ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ജ്യൂസ് കുറച്ച് ദിവസം ഒരു ലിറ്ററോളം ജ്യൂസ് ഞാൻ അരച്ച് വയ്ക്കും. അത് ഞങ്ങൾക്ക് ഒരു 2-3 ഡേയ്സ് മാക്സിമം പോകും കേട്ടോ. ഇനി ഞാനും രഞ്ജിത്തും കുടിക്കണുണ്ടല്ലോ, രാവിലെ ഏറ്റവും ആദ്യം കുടിക്കുന്ന ജ്യൂസാണ് കേട്ടോ അത്. അപ്പോൾ ചിലപ്പോൾ രഞ്ജിത്ത് ഇടയ്ക്ക് എടുത്ത് കുടിക്കും കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം വന്നത് അതെടുത്ത് കുടിക്കണ കാണാം. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു 2-3 ദിവസമേ അത് നിൽക്കുകയുള്ളൂ. ഓക്കെ, കൂടുതലും ഒരു 2-3 ഡേയ്സാണ് ആ ജ്യൂസ് ഉണ്ടാവാറുള്ളത്. അത്രയൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുള്ളൂ കേട്ടോ. ബെറ്റർ നിങ്ങൾക്ക് ഫ്രഷ് എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലേം ബെസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ എപ്പോഴും ഫ്രഷ് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും ഫ്രഷിന്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടും ഇത് അരിച്ചെടുക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ മടിയാണ് രാവിലെ എണീറ്റിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഈ പരിപാടി തീർക്കും. അപ്പോൾ പിന്നെ 2-3 ദിവസത്തേക്ക് ഐ എം റിലാക്സ്ഡ്. പിന്നെ അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ 12 മണി കഴിഞ്ഞു എന്തൊക്കെയായാലും. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ അവളെ ഇപ്പം വിളിക്കണില്ല, ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. രണ്ടുപേരും ഉറങ്ങി. എന്തൊക്കെയായാലും അവരപ്പം വേദുക്കുട്ടീനെ ഞാനിപ്പോൾ എണീപ്പിക്കണില്ല. നമുക്ക് രാവിലെ ഒരിക്കലും ഞാനങ്ങനെ രാത്രി വിളിച്ചെണീപ്പിച്ചിട്ട് വിഷ് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. 12 മണിക്ക് ഒരിക്കലും വിഷ് ചെയ്തിട്ടില്ല. എപ്പോഴും രാവിലെ എണീറ്റിട്ടാണ് അവളെ വിഷ് ചെയ്യാറുള്ളത്. അവളുടെ ഉറക്കം എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നാളെ അവൾ സ്കൂളുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ പോവും. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. സ്കൂളിൽ പോയി വന്നിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അവളുടെ സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതൊക്കെ ഇനി വേറൊരു ബാഗിലേക്ക് ആക്കണം. ഞാൻ ആ ഷോപ്പിൽ നിന്ന് മേടിച്ച ആ ബാഗ് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇവളുടെ സ്കൂളിൽ ക്ലാസ്സിൽ ഒരു 22 പിള്ളേർ മറ്റേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ ക്ലബിൽ കുറച്ച് പേരുണ്ട്, ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബ്. അപ്പം അവിടേക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് അതിനകത്ത് മഫിൻസ് മേടിച്ചിട്ടുണ്ട്. ദിസ് ഈസ് റെഡ് വെൽവെറ്റ് അതിൻ്റെ മഫിനാണ്. അപ്പം മഫിൻസ് ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പിള്ളേർ കൊടുക്കുന്നത്. അപ്പം മഫിൻസും ഇതാ കുറച്ച് കുക്കീസ് വിച്ച് ഈസ് ഹെൽത്തി ആൻഡ് ഗുഡ്. ഓക്കെ, കുക്കീസ്. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ്, ലിൻറ്റിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അവൾ നാളെ സ്കൂളിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് വേറൊരു ബാഗിലേക്ക് മാറ്റി കൊടുക്കണം. അവൾക്ക് കുറച്ച് നല്ല ബാഗിലിട്ടിട്ട് കൊടുക്കണം. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ രാത്രിത്തെ പരിപാടി. ഇനി എൻ്റെ ഹെയർ ടോണർ ഒന്ന് ചെയ്യണം. എനിക്കിവിടെ ഒരു 2-3 പിമ്പിൾസ് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം ക്ലൈമറ്റ് മാറി ചൂട് തുടങ്ങി, അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ മാസം നമ്മുടെ പീരിയഡ്സിൻ്റെയും അതിൻ്റേതായ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിനെ മൈൻഡ് ചെയ്യാൻ പോവാറില്ല. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ടോണറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ എപ്പോഴും രാത്രി, ഇത് വേറെ ബോട്ടിലാന്നേ ഉള്ളൂ, ഇത് ജോൺസൺസിൻ്റെ കണ്ടീഷണറിൻ്റെ ബോട്ടിലാക്കി വെച്ചിരിക്കുക. അത് തീർന്നപ്പം ഇതെന്താ വെച്ചാൽ സ്പ്രേ ബോട്ടിലാകുമ്പോൾ ഈസിയാണ് ആപ്ലിക്കേഷന്. അപ്പം ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കും. ഇപ്പോൾ ഒരു 1-2 വർഷമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നേരത്തെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഹെയർ ടോണറിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ രാത്രി. ഇപ്പം ഈ ഹെയർ ടോണർ ചെയ്യണം, കുറച്ച് നേരം ഒന്ന് വിടർത്തിയിടണം. ബിക്കോസ് കുറച്ചൊരു വെറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതേപടി നമ്മൾ പിന്നീട്ട് കിടക്കാൻ പാടില്ല, കുറച്ച് അതിനൊന്ന് സമയം കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ തന്നെ.
അപ്പോൾ ഞാൻ എൻ്റെ ടോണറിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലിൽ ഇട്ടുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് സ്കാൽപ്പിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒത്തിരി ഹെയർ വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആക്ച്വലി എനിക്ക് സമ്മേഴ്സിൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണ ഒരു ഹെയർ ടോണറാണ്. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മൈൽഡായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് കുറച്ചധികം ഫാസ്റ്റായിട്ട് തോന്നുന്നത്, പക്ഷെ മൈൽഡായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് നെക്സ്റ്റ് ഡേ നമ്മുടെ വേദൂട്ടിയുടെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കുറച്ചൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചുകൊണ്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് മാൾട്ടയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങളിങ്ങനെ ഓൺലൈൻ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണത്. അപ്പം എൻ്റെ കയ്യിൽ മാൾട്ടയിൽ വന്നപ്പോൾ ഞാനൊരു ചോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗോവയിലത്തെ ശരത്തേട്ടൻ എനിക്കൊരു ചോപ്പർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയി. അപ്പം അത് ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. തെമൂന്നാണ് ഓർഡർ ചെയ്ത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് നമ്മുടെ ലൈം സ്ക്യൂസ് ചെയ്യണത്. അത് കുറച്ച് നല്ല ക്വാളിറ്റിയാണ്, നല്ല ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല ഇതായിരുന്നു. പിന്നെ ഇത് പൊട്ടറ്റോ സ്മാഷർ. അപ്പം അങ്ങനെ ഇത് മൂന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേദുട്ടിക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി കേട്ടോ. എനിക്കൊരു തെമൂന്ന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു നല്ലതായിരിക്കുമോ അല്ലയോ എന്ന്, പക്ഷേ നല്ലതായിരുന്നു. അപ്പോൾ എന്താ ഫൈനലി നമ്മുടെ കേക്ക് കട്ടിങ്ങിന് ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കുമായിരുന്നു കേട്ടോ. രണ്ടുപേരും എപ്പോഴാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഫൈനലി അപ്പം രണ്ടുപേരും നല്ല ന്യൂ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അപ്പം കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ബ്ലൂബെറി ചീസ് കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേദുവിന് ഇഷ്ടപ്പെട്ട കേക്കാണ്. അപ്പം അതന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ചോക്ലേറ്റ് കഴിക്കും, പക്ഷെ അവർ 1-2 ദിവസമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെ തീരാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ ബ്ലൂബെറി ചീസ് കേക്ക് ആകുമ്പം പെട്ടെന്ന് തീർന്നോളും, ഒത്തിരി നാൾ നിൽക്കില്ല, ഒത്തിരി ദിവസം നിൽക്കില്ല. അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കേക്കാണ്. അപ്പം ഇതാ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനകത്തുള്ള ബ്ലൂബെറീസ് എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ രണ്ടുപേരും. അപ്പം അവരും അങ്ങനെ ഹാപ്പിയായി. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം കട്ട് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോയത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഓർത്തത് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ വിക്കി ഉണ്ട്. അപ്പം അവൻ ആണ് ഈ ഫോട്ടോ എടുത്തു തരുന്നത് കേട്ടോ. അവിടെ ആ കോർണറിൽ നിന്നിട്ടാണ് അവൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ കേക്കൊക്കെ വെച്ച് കുറച്ച് നല്ല 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു. ആരുമില്ലായിരുന്നു, നമ്മൾ മാത്രം. പിന്നെ ഞങ്ങൾ ഓണറിന് എല്ലാ പ്രാവശ്യം കൊണ്ട് കേക്ക് കൊടുക്കാറില്ല കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്ത വേദുക്കുട്ടിക്ക് ഗിഫ്റ്റ്സ് ഇന്നലെ ആട്ടോ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയതും. ആക്ച്വലി ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നലെ കിട്ടുമോ, ബർത്ത്ഡേ ദിവസം കിട്ടുമോ അതോ പിന്നെ ആയിരിക്കുമോ കിട്ടുമോ. പക്ഷേ ദൈവം സഹായിച്ച് ബർത്ത്ഡേ ദിവസം തന്നെ അവൾക്ക് കിട്ടി. അപ്പം പാക്ക് ചെയ്യാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കാണുന്നത് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടായിരുന്നു. ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് രഞ്ജിത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. കൊറിയർ ഓഫീസിൽ നിന്ന് പോയിട്ട് എടുത്തോട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ കാണുന്നത് ഇവിടെ വീട്ടിൽ വന്ന ശേഷം. അപ്പം ഞാനിത് ഓരോന്നൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അച്ഛനും മക്കളുമൊക്കെ ഓരോന്ന് ഇട്ടൊക്കെ എല്ലാം നോക്കുമായിരുന്നു കേട്ടോ. ഒരു 2 വാച്ച്, പിന്നെ ഹെയർ ബാൻഡ്, ഉടുപ്പ്. അപ്പം അത് വേദുവിന് ഉടുപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല, ദിയയ്ക്ക് കുറച്ചധികം തന്നെ വലുതായിരുന്നു കേട്ടോ. അപ്പം അത് രണ്ടും ഇനി വേദുവിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഫുഡ് പ്രിപ്പറേഷനിലേക്ക് കടന്നു. അവൾക്ക് വേദുക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പൊറോട്ടയും ചിക്കൻ കറിയും. അവൾക്ക് അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം പിന്നെ അവളുടെ ഇഷ്ടമുള്ള തന്നെ ഇന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം രഞ്ജിത്ത് ആസ് യൂഷ്വൽ ചിക്കൻ കറി ഏറ്റെടുത്തായിരുന്നു കേട്ടോ. അപ്പം രഞ്ജിത്താണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മുട്ട ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവളുടെ ദിവസമല്ലേ ഇന്ന് എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ട ആസ് യൂഷ്വൽ നമ്മൾ ഫ്രോസൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രോസൺ അതൊന്ന് ജസ്റ്റ് ആ സമയമാകുമ്പോൾ ഒന്ന് ചുട്ടെടുത്താൽ മതി. പക്ഷെ നല്ല പൊറോട്ടയാണ് കേട്ടോ. ഫ്രോസണാന്ന് വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല പൊറോട്ടയായിരുന്നു. നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടുണ്ടോ?
രഞ്ജിത്തിൻ്റെ വകയാണ് ചിക്കൻ കറി. ഏതാ? ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ക്യൂട്ട് നോട്ട് ബുക്ക്. വേണ്ട, കൊണ്ടുപോകണ്ട സ്കൂളിൽ. ഇല്ല, എവിടാണോ കൊറിയൻഡർ കട്ട് ചെയ്യാൻ? വേണ്ട, ഞാനിത് ഇടുവേ. ദിയ ബാ ബാ. ഇതാണ് എന്റെ, ഇതാണ് ദിയാന്റെ. ഇത് എന്റെയാണ്. ഇത് എന്റെയാണ്. ഈ പേന ഇന്ന് തന്നെ എല്ലാം പേജും തീർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പം ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ടാറ്റാ, ബൈ ബൈ.